നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരിക്കയം ക്ഷേത്രത്തിലെ ഒരു വലിയൊരു തിരുവാതിര 200 പേര് പങ്കെടുക്കുന്ന ഒരു മനോഹരമായ ഒരു തിരുവാതിര നമുക്ക് ലൈവായിട്ടൊന്ന് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന തിരുവാതിര മെഗാ തിരുവാതിരയാണ്. ഏകദേശം 200ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു തിരുവാതിരയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 നമ്മുടെ കരിക്കയം ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഈ ഒരു തിരുവാതിര എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായത്. തിരുവാതിര നടക്കുന്നതിൻ്റെ ബാക്ക് ഭാഗം നല്ല ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരം നടയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഇത് പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്നപ്പോഴാണ് ഇത് കാണാൻ കഴിഞ്ഞത്. ഞാനും അങ്ങനെ തന്നെയാണ്. തിരുവാതിര ഉണ്ടായിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോഴാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത്. അതേപോലെ ഒരുപാട് ആൾക്കാർ ക്ഷേത്ര ദർശനത്തിനായി വന്നപ്പോഴാണ് ഇതിങ്ങനെ പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും കാണാൻ പറ്റിയത്. അതേപോലെ തന്നെയാണ് നല്ല ഒരു തിരക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ വന്ന എല്ലാവർക്കും ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പുറകിലെ ആ കാഴ്ച, അതായത് തിരുവാതിര നടക്കുന്നതിൻ്റെ പുറകിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച മാറി മാറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള നല്ല ഒരു പൂഴി മണ്ണ് നിറച്ചിട്ടേക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ചേച്ചിമാരുടെയൊക്കെ ഈ തിരുവാതിര നമുക്ക് ഇത്രയും നല്ല ഭംഗിയോടുകൂടി ഈ കാണാൻ കഴിയുന്നത്. അപ്പുറം സൈഡുള്ള റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിരിങ്ങിയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും വളരെ നല്ല ഒരു വാക്കുകളില്ല. ഞാൻ ഇത്രയും വലിയ തിരുവാതിരയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. ചെറിയ തിരുവാതിരയൊക്കെ നമ്മളെ ചെറിയ സ്റ്റേജിനകത്തുള്ളത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഒരു മെഗാ തിരുവാതിര എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ തിരുവാതിരയുടെ ഒരു 1ാം സ്റ്റേജ്, 2ാം സ്റ്റേജ്, ഇങ്ങനെ 3ാം സ്റ്റേജൊക്കെ അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതനുസരിച്ച് ഇതിൻ്റെ പാട്ടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഇവിടെയും ഇപ്പോൾ എനിക്കൊരു 2 സ്റ്റേജ് 3 സ്റ്റേജൊക്കെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൂടി 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഈ ഒരു തിരുവാതിരയുടെയൊക്കെ ഒരു സമയം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. പക്ഷേ ഇപ്പം നേരം ഇരുട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഇത് കൂടുതൽ ഇവർ നീട്ടിക്കൊണ്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഒരു വലിയൊരു മനം കമരുന്ന ഒരു തിരുവാതിര കാണാൻ പറ്റിയത് ഞാൻ സന്തോഷിക്കുന്നു. അതേപോലെ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ ഉടനെ തന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.